എൻ്റെ ആറാമത്തെ സൈഡ് ആംഗളമായിട്ട് മൂത്തയാളാണ് ഞാൻ. എനിക്ക് പെങ്ങളെ സംബന്ധിച്ചൊരു ആലോചനകൾ വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് തന്നിക്കറി വരാറുണ്ട്. പക്ഷേ വളരെ ചെറിയ ഒരു കാര്യം പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. പെങ്ങൾ ഏതാണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ തറവാട്ട് വീട്ടിലായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ ബാലമനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ഇത് മുട്ടത്തുകാരുടെ പെണ്ണാണ്, എൻ്റെ മുട്ടത്ത് ചേച്ചിമാരുടെ അനിയത്തിയാണ്, ഇതൊക്കെയായിരുന്നു. ഏതായാലും 3ാം ക്ലാസ് മുതൽ അവർ പഠിക്കാൻ വന്നു. ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന കാലത്ത് ഞങ്ങളുടെ സംരക്ഷകയായി കയറുന്നതിന് ശേഷമാണ് ഞങ്ങളായിട്ട് തന്നെ ഞങ്ങൾ ബാലമനസ്സ് അംഗീകരിച്ചു. ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും അനിയന്മാർ വന്നു, അതെല്ലാവരും ഒരു സംരക്ഷകയായി വന്ന് അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾ വടകര ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് പാസ്സതിന് ശേഷം പള്ളം മുക്കാനം ട്രെയിൻ സ്കൂളായിരുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ വന്ന് ജോലിയായി. അമ്മ വീട്ടുകാരുടെ ശ്രമഫലമായി വാഴക്കുളമ്പിൽ ജോലിയായി. അവിടെ 2 കൊല്ലത്തോളം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കൊല്ലയിലെ ജോലിയുമായിട്ടുള്ള വിവാഹബന്ധം വരുന്നത്. ആ കാലത്തൊക്കെ ഞാൻ തങ്ങളെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം ഫാദർ ഇത്രയും കാര്യങ്ങൾ ഇടപെടാറില്ല. അപ്പോൾ തീരുമാനങ്ങളൊക്കെ ഞാനും അനിയന്മാരും എടുക്കുന്ന അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ശേഷവും എല്ലാ സഹകരണവും വീട്ടിലുണ്ടായിരുന്നു. ഇതിനിടയിൽ എൻ്റെ വീട്ടിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി. എനിക്കൊരു 13 വയസ്സിലാണ് ആ കാലത്ത്. അപ്പോൾ ഞങ്ങൾ യുവത്വത്തിലേക്ക് വരുമ്പോൾ 16 വയസ്സ്. പക്ഷെ ഞാനും ചില കാര്യങ്ങൾ ചെറിയ പ്രശ്നമുണ്ടായി. എന്നെ വളരെ ചുണ്ടുപിടിക്കത്തെ സംസാരം ഉണ്ടായി. ഞാൻ അടിച്ചത് എൻ്റെ 4 കടലുകളും ഞങ്ങളുടെ തോളിൽ പതിഞ്ഞു. അപ്പോൾ ഈ കരച്ചിലും ഇതുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നില്ല എന്നെ മനസ്സ് പറഞ്ഞു. ഏതായാലും പിതാവ് വരുമ്പോൾ എന്തെങ്കിലും ശിക്ഷണങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഫാദർ വരുന്ന സമയമായപ്പോഴേക്കും ഞാൻ പയ്യെ മറന്നു. ഒരു വീടിനടുത്തൊരു മരം, ഒരു